ഈ രാജ്യം മുഴുവൻ BJP തരംഗമുണ്ടാകുമ്പോഴും കേരളത്തിൽ ആ പാർട്ടി ഉപ്പുവെച്ച കലം പോലെ ആകുന്നതെന്ത് എന്ന് ചോദിക്കുന്നവർക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. കേരളത്തിലെ BJP അഴിമതിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം പാർട്ടിയുടെ കൊടി പോലും വിറ്റ് കാശാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം വലിയ കള്ളന്മാർ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തിരുവനന്തപുരം ജില്ലയിൽ പൂർണ്ണമായും അഴിമതിയിൽ കുളിച്ചിരിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഫണ്ട് തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. പാർട്ടി കൊടിയും ബാനറും വിറ്റ് കോടിക്കണക്കിന് രൂപ തട്ടിച്ചെടുത്തതിന് പുറമെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുടെ ഭാഗമായി കട്ടൗട്ട് വാങ്ങിയതിലും തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് സാധാരണക്കാരല്ല, പ്രധാനപ്പെട്ട ഭാരവാഹികളാണ്. സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ നേതാവും തമ്മിൽ കമ്മീഷൻ സംബന്ധിച്ച് ചർച്ച നടത്തുന്നതിൻ്റെ ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പണക്കെട്ടുകൾക്കൊപ്പം സെൽഫി എടുത്ത ഒരാളെ നമ്മൾ കണ്ടു, സിദ്ധാർത്ഥ് എന്ന BJP-കാരൻ. BJP തെരഞ്ഞെടുപ്പ് മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്നു എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. കമ്മിറ്റിയുടെ പ്രധാന ചുമതല പണം തട്ടിയെന്ന് ആരോപണ വിധേയനായ അഞ്ജന രഞ്ജിത്തിനാണ് ഉണ്ടായത്. സിദ്ധാർത്ഥിന് ABVP-യുമായോ BJP-യുമായോ യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ BJP നേതാക്കൾ ഇങ്ങനെ വാദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ തെളിവുകളെല്ലാം പുറത്തു വരുന്നത്. പുറത്തു വന്ന തെളിവുകൾ പ്രകാരം സിദ്ധാർത്ഥ് BJP-യുടെ സൈബർ സോഷ്യൽ മീഡിയ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതലക്കാരനായി പ്രവർത്തിച്ച ഒരാളാണ്. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയയായ അഞ്ജന രഞ്ജിത്തും ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ പ്രധാന ചുമതലക്കാരിയായി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കൊടിതോരണങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് BJP-യിൽ 1.5 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് കണ്ടെത്തിയത്. ഇതിനായി തയ്യാറാക്കിയ വ്യാജ GST ബില്ലും പിടിച്ചെടുത്തു. ബില്ലിൽ രേഖപ്പെടുത്തിയിരുന്ന GST നമ്പർ പരിശോധിച്ചപ്പോൾ അത് കൊടിതോരണം വിൽക്കുന്ന ഒരു കടയുടേത് അല്ലായിരുന്നു, മറിച്ച് ഒരു സാധാരണ പലചരക്ക് വ്യാപാര സ്ഥാപനത്തിൻ്റെ GST ബില്ല് കൊടുത്താണ് ഈ തട്ടിപ്പ് നടത്തിയത്. മാത്രമല്ല കടയുടമ BJP-യുടെ നേതാവ് കൂടിയായിരുന്നു. ഇതൊക്കെ നടക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും സംസ്ഥാന ഭാരവാഹികളായ S. സുരേഷ് ഒക്കെ നേതൃത്വം നൽകുന്ന ഇടങ്ങളിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു പാർട്ടിക്കാരൻ വന്ന് പാർട്ടിയുടെ കൊടി വരെ പണം വാങ്ങി വിൽക്കുമ്പോൾ ഇവർ അറിയുന്നില്ല. അതിനർത്ഥം അറിഞ്ഞിട്ടും നടപടിയെടുക്കാത്തത് എല്ലാവർക്കും പങ്കുള്ളത് എന്നുകൊണ്ട് തന്നെയാണ്. എല്ലാവർക്കും ചേർന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് കൂടുതൽ തുക തട്ടിയെടുത്തു എന്നാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ചില പ്രധാന നേതാക്കൾക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നും തെളിവ് വന്നു കഴിഞ്ഞു. വിഷയം ഗൗരവമായി എടുക്കാനാണ് BJP ദേശീയ നേതൃത്വത്തിൻ്റെയും RSSൻ്റെയും നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇതേ തുടർന്ന് കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2020 ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് നൽകിയ ഫണ്ടിലും തട്ടിപ്പ് നടന്നു എന്ന് വിലയിരുത്തിക്കഴിഞ്ഞു. ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും ഒരാൾക്കെതിരെയും ഇതുവരെ നടപടി വന്നിട്ടില്ല. പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കും എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. അച്ചടക്ക നടപടികൾ ആഭ്യന്തര കാര്യമാണെന്നും പൊതുസമൂഹത്തെയോ മാധ്യമങ്ങളെയോ അത് അറിയിക്കേണ്ടുന്ന ആവശ്യമില്ലെന്നും പറയുമ്പോൾ കട്ടവരും അച്ചടക്ക നടപടി എടുക്കേണ്ടവരും ഒരേ സംഘത്തിൽപ്പെട്ട ആളുകൾ എന്നിരിക്കെ എല്ലാം പൂഴ്ത്തിവെക്കുന്നു എന്നുള്ളതാണ് സത്യം. ഏതായാലും BJP തിരുവനന്തപുരത്ത് നില മെച്ചപ്പെടുത്തിയെങ്കിലും അതിൻ്റെ ചുരുൾ അഴിയുമ്പോഴാണ് യഥാർത്ഥ മുഖംമൂടി അഴിഞ്ഞു വീണത്.